നേരത്ത് എന്താ എല്ലാരും ഇരുട്ടത്തിരിക്കണേ? തുളസിത്തറയിൽ തിരിയും വെച്ചിട്ടില്ല. എന്താ ചേച്ചി? ഏയ്, എന്താ അത്? നാമം ചെല്ലണ നേരത്ത് ഇഞ്ചി നിന്നമാരി ഇങ്ങനെ ഇരിക്കുക. ദാ മുത്തശ്ശിയും വേണമെങ്കിരിക്കണു. മുത്തശ്ശി, ഞാൻ പുകല കൊണ്ടുവരാൻ മറന്നേനാണോ മുത്തശ്ശി പിണങ്ങിയത്? അത് ഞാൻ എപ്പോഴും മറക്കാറുള്ളതല്ലേ. അതിന് ചെറിയ ചേച്ചി എന്തിനാ പിണങ്ങിയിരിക്കണേ? എന്താ ചെറിയേച്ചി, എന്താ ഉണ്ടായേ? എന്തുണ്ടായിട്ടുണ്ട് പറയൂ. പറയാൻ എനിക്ക് യോഗ്യത ഉണ്ടോന്നറിയില്ല. എന്നാലും നിന്നെക്കാളും മൂത്തതല്ലേ ചെറിയേച്ചി. ഞങ്ങളെക്കാളൊക്കെ തന്റെ ഇടവും കാര്യപ്രാപ്തി നിനക്കുണ്ട്. നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. മുത്തശ്ശിനെ എത്ര കാലം വെച്ചിട്ടാ ചെറിയേച്ചി? അന്ന് ചെറിയേച്ചിക്ക് ഒരബദ്ധം പറ്റി. അന്ന് പക്ഷെ അച്ഛനുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആരുള്ളത്? നമ്മൾ പെൺകുട്ടികളാണ്. കുറ്റം പറയാനേ ആളുകളുണ്ടാവുള്ളൂ. ഇഷ്ടമൊക്കെ പ്രായത്തിലുണ്ടാവും. എന്നാലും ചെറിയേച്ചിക്ക് പറ്റിയ പോലെ ആവരുത്. മുത്തശ്ശി, നേരം വെളുക്കുമ്പോ മുതല് രാത്രി കിടക്കണ വരെ സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ മുത്തശ്ശി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? എന്നിട്ട് എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? ദേഷ്യമുണ്ടോ മുത്തശ്ശിക്ക് എന്നോട്? എന്റെ കുട്ടി, അങ്ങനെയൊന്നുമില്ല. നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എന്നെ എനിക്ക് വിശ്വാസം ഇല്ലാണ്ടുണ്ടോ? കേട്ടപ്പോ ഒന്ന് പേടിച്ചോന്നേ ഉള്ളൂ. വേണ്ട മുത്തശ്ശി, ഒന്നും വേണ്ട. ഒക്കെ ഞാൻ മറന്നോളാം. മുത്തശ്ശിയെ വിട്ടിട്ട്, ചെറിയ ചേച്ചിയെ വിട്ടിട്ട് എനിക്കൊരു ഇഷ്ടവും വേണ്ട. ഇനി എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തോന്നില്ല. എനിക്കെന്റെ മുത്തശ്ശി, ചെറിയ ചേച്ചി മാത്രം മതി. ഭാഗ്യമില്ലാത്ത കുട്ടികളാണ് നിങ്ങൾ. എനിക്ക് വിശക്കുണ്ട് കേട്ടോ. മുത്തശ്ശി എണീക്കൂ. എന്തിനെല്ലാരും ഇങ്ങനെ പട്ടിണി ഇരിക്കണേ? വരൂ, ഞാൻ ചോറ് വിളമ്പാം. വലിയ ഗൗരവത്തിലാണല്ലോ കക്ഷി. മുത്തശ്ശിയാതെ രണ്ടുപേരും കൂടി വഴക്കട്ടോ. മുത്തശ്ശി പറഞ്ഞ പുകയില്ല. സുകുമാരന്റെ അരിയന് ചായ ഉണ്ടാക്കാൻ ആരതിയെന്ന് വന്നുടനെ മുത്തശ്ശി പറഞ്ഞില്ലെങ്കിലും ഒരു ചായ കുടിക്കാനുള്ള മൂടുണ്ട്. പാലല്ലെങ്കിൽ കട്ടനായാലും മതി. സുകുമാരന്റെ അനിയൻ പറയണോണ്ട് തെറ്റിദ്ധരിക്കരുത്. എന്താ മുത്തശ്ശി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. സുകുമാരന്റെ അനിയൻ നല്ല കുട്ടിയൊക്കെ തന്നെയാ. എന്നാലും വേണ്ട. എന്തിനാ ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിക്കാൻ ഇടയാക്കണത്? പെൺകുട്ടികൾ മാത്രമുള്ള വീടാണിത്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ മാത്രം ഇങ്ങോട്ട് വന്നാ മതി.
ഈ നാട്ടിൽ നിന്ന് തന്നെ പോണമെന്നാണെങ്കിൽ പറയാം, ഞാൻ പോവാം. ഇനി ഒരിക്കലും തമ്മിൽ കാണരുതെന്നാണെങ്കിലും പറയാം, അതും ആവാം. പക്ഷേ കൺമുമ്പിൽ ഒഴിഞ്ഞു മാറില്ല. വയ്യ. ഇഷ്ടപ്പെടരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു ആദ്യം, അന്നത് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, തനിക്കും. എത്ര ഒഴിഞ്ഞു മാറിയാലും എത്ര പിണങ്ങി നടന്നാലും ആ മനസ്സിന് പോകില്ല ഞാൻ. ഉത്തരവാദിത്തങ്ങള് സ്വയം ഏറ്റെടുത്തതാണ് ഞാൻ. അച്ഛൻ മരിക്കുമ്പോ പ്രീ ഡിഗ്രി പരീക്ഷ ക്ലാസ് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു, എന്നിട്ടും എഴുതിയില്ല. അച്ഛനൊന്നും ബാക്കി വെച്ചില്ല. മക്കൾക്ക് തന്ന സ്നേഹവും കുറെ കടങ്ങളും അല്ലാതെ. ഇച്ചേച്ചിയും ചെറിയച്ചയും പാവങ്ങളാ. അവരെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് മാത്രം ഒരു സന്തോഷം വേണ്ട. എന്നെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ജീവിതം ഉണ്ടാവണ വരെ അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അതിനു വേണ്ടി ഉപേക്ഷിക്കാൻ എനിക്ക് ഈ സ്നേഹമുള്ളൂ. തന്റെ സന്തോഷം മാത്രമല്ല, സങ്കടം പങ്കുവെക്കാനാ ഞാൻ സ്നേഹിച്ചത്. കേസ് തോറ്റാ ഇറങ്ങി കൊടുക്കേണ്ടി വരുവായിരുന്നു. പൈസ മുത്തശ്ശിനെയും കൊണ്ട് എങ്ങോട്ട് പോകും നിങ്ങൾ? അറിയില്ല. ഒരു പക്ഷെ ഒരു ദിവസം രാവിലെ പത്രത്തിലൊരു വാർത്ത, ഒരു മാസത്തെ മക്കള്. വേണ്ട, കൂടുതൽ പറയണ്ട. അനുവാദം തന്നില്ലെങ്കിലും അവകാശം പിടിച്ചു വാങ്ങാൻ ഇനി തീരുമാനങ്ങൾ ഞാനെടുക്കും. ആരുമില്ല എന്നുള്ള തോന്നലുണ്ടാവരുതിനി. മുത്തശ്ശി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ ഇച്ചേച്ചനും ചെറിയച്ചനും കല്യാണം താൻ നടത്തും. തന്റെ കൂടെ നിന്ന് ഞാൻ നടത്തും. പിന്നെ ഒരു കൊച്ചു പന്തലില് ഒരു കൊച്ചു കല്യാണം. നമ്മളെ ഒന്നേന്ന് വിളിച്ചോടല്ല നമ്മള്.